നമസ്കാരം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ഊദ് യുദ്ധത്തിൻ്റെ ഭൂമികയിലാണ് നിൽക്കുന്നത്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ വീണ് കഴിഞ്ഞു. ഹംസയുടെ വീഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം വലിയ രീതിയിൽ പോരാടിയിട്ടുള്ള കുസ്മാൻ, അദ്ദേഹം ഇതുപോലെ തന്നെ അവിടെ വീണ് കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഖുറൈശികളുടെ സൈന്യം ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആരോട്? മദീനയിലെ മുസ്ലിങ്ങളോട്. 700-ൽ കൂടുതൽ ആളുകളില്ല സൈന്യത്തിൽ. മുസ്ലിങ്ങളുടെ സൈന്യത്തിൽ 700-ൽ താഴെ ആളുകളാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥ വിശ്വാസികളാണ് അവർ. അവരെയാണ് 3000 ആളുകളുമായിട്ട് വന്ന എല്ലാ സന്നാഹങ്ങളോടും കൂടി വന്ന സുസജ്ജമായിട്ടുള്ള ഖുറൈശികളുടെ സൈന്യം നേരിട്ടത്. എന്നിട്ട് പോലും അവരെ പിന്തിരിഞ്ഞോടേണ്ടുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഹംസയുടെ പരാക്രമം. ഹംസ അറിയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സിംഹം എന്ന പേരിലാണ്. അള്ളാഹുവിൻ്റെ വാളാണ് ഹംസ. ആ ഹംസയുടെയും അതുപോലെ അബൂ ദുജാനയുടെയും പരാക്രമങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. ആ ഒരു കരുത്തിന് മുമ്പിൽ അബൂ ത്വാലിബിൻ്റെ മകൻ അലി, അവരുടെ കരുത്തിൻ്റെ മുമ്പിൽ ഈ ഖുറൈശിയുടെ സൈന്യം ചുരുണ്ടുപോയി, പുഴുക്കളെ പോലെ ചുരുണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. വലിയ രീതിയിലുള്ള ധീരതയ്ക്കും അതുപോലെ ശൂരതയ്ക്കുമൊക്കെ പേര് കേട്ട് ഖുറൈശികളുണ്ട്. അയാളുടെ ഖുറൈശികൾ മക്കയിലുണ്ട്. ആ ഖുറൈശി പോരാളികളാണ് മുട്ടുമടക്കിയത്. ഇവരുടെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള, ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഉത്തമമായിട്ടുള്ള നേതൃത്വത്തിന് മുൻപിൽ നിന്നുകൊണ്ട്, ഉത്തമമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഉള്ള പോരാട്ടത്തിന് മുമ്പിൽ അവർക്ക് മുട്ടുമടക്കാതിരിക്കാൻ കഴിയാതെ വന്നു. എങ്കിലും അവരും ധീരമായിട്ട് പൊരുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടി ഏതിനു വേണ്ടി എന്നുള്ളതല്ല, പൊരുതുന്ന കാര്യത്തിൽ അവരും ധീരമായിട്ട് പൊരുതിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഒരു വേളയിലും അവസാന നിമിഷം വരെയും അവരുടെ സ്വന്തം പതാക അവർ നിലത്ത് വീഴ്ത്തിയിട്ടില്ല. അതിനനുവദിച്ചില്ല അവർ. ഒരാൾ കൈയാളിയിരുന്ന പതാക, അയാൾ വീണ് കഴിഞ്ഞാൽ ആ പതാകയെ വീഴ്ത്തിയിരുന്നില്ല, അത് മറ്റൊരാൾ ഏറ്റുവാങ്ങി. അയാൾ വീണാൽ മറ്റൊരാൾ ഏറ്റുവാങ്ങി. ആ പതാക ഒരിക്കൽ പോലും, ആ പതാകയാണ് മക്കയുടെ അഭിമാനമാണ് ആ പതാക, അഭിമാനത്തിൻ്റെ ചിഹ്നമാണ് ആ ധ്വജം. അത് വീഴാൻ അവർ അനുവദിച്ചില്ല. അലി ത്വൽഹ അദ്ദേഹം നിലംപതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ധ്വജമുണ്ടായിരുന്നത്. അദ്ദേഹം നിലംപതിച്ചപ്പോൾ ഉസ്മാൻ ബിൻ അബി ത്വൽഹ ഉടനെ അത് ഏറ്റുവാങ്ങി. അടുത്ത പോരാളി അത് ഏറ്റുവാങ്ങി. ഹംസയെ ഏറ്റുമുട്ടിയ സമയത്ത് അബി ത്വൽഹ വീണു. അയാൾ കാലം ചെയ്തു. അങ്ങനെ വന്ന സമയത്ത് അബൂ സയ്യിദ് ബിൻ അബി ത്വൽഹ അത് വഹിച്ചു. പിന്നെ അദ്ദേഹത്തിന് കൈമാറി. ആളുകൾ വീഴുന്നുണ്ട്, പടയാളികൾ വീഴുന്നുണ്ട്. പക്ഷേ മക്കയുടെ അഭിമാനം അത് വീഴ്ത്താൻ അവർ അതിനവർ തയ്യാറായില്ല. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിന്നത്. അങ്ങനെ ആ പതാകയുമേന്തിയിട്ട് അബൂ സയ്യിദ് ബിൻ
അബി ത്വൽഹ അയാൾ ഗർജിക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളെ നോക്കി ഗർജിച്ചു. മദീനയിലെ മുസ്ലിങ്ങളെ നോക്കി ഗർജിച്ചു. ഈ യുദ്ധത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകളും രക്തസാക്ഷികളാണ്. പക്ഷെ നിങ്ങൾ കരുതുന്നത്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ രക്തസാക്ഷികളൊക്കെ സ്വർഗത്തിലേക്ക്, ഞങ്ങളുടെ രക്തസാക്ഷികൾക്കൊന്നും സ്വർഗമില്ല, അവർ നരകത്തിലേക്ക്. ഇതല്ലേ നിങ്ങളുടെ വാദം? ഇതല്ലേ നിങ്ങൾ പറഞ്ഞു പരത്തുന്നത്? അത് കള്ളമാണത്, അത് ശരിയല്ല. നിങ്ങൾക്കും യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസം കൈമുതലാക്കിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ആത്മാർത്ഥതയോടു കൂടിയിട്ട് വരിക, എൻ്റെ മുമ്പിലേക്ക് വരിക. എന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ. അയാളുടെ വെല്ലുവിളി, അയാളുടെ ഗർജനം കേട്ട സമയത്ത് അലി ബിൻ അബൂ ത്വാലിബ് പാഞ്ഞെടുത്ത് നിമിഷങ്ങൾ കൊണ്ട് അയാൾ അവസാനിച്ചു. അബ്ദുദ്ദാർ വംശത്തിൽ നിന്ന് 9 പേര് ഇല്ലാതെ വധിക്കപ്പെടുന്ന സമയം വരെ പതാക അവർ ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് വേറൊരാൾക്ക് അങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു. അവസാനം അബ്ദുദ്ദാർ വംശത്തിലെ അബിസീനിയൻ, അവരുടെ കുറേ കൂട്ടാളികൾ, അബിസീനിയയിലുള്ള കൂട്ടാളികളും ആ യുദ്ധത്തിന് എത്തിയിട്ടുണ്ട്. ആ ഒരു അബിസീനിയൻ അടിമ സുഹബിൻ്റെ കൈകളിലാണ് ആ പതാക എത്തിച്ചേർന്നത്. അവസാനം പതാകകൾ കൈമാറി ഓരോരുത്തർ വീഴുമ്പോഴും അടുത്ത ആളെ ഏൽപ്പിക്കും. അവസാനം സുഹബിൻ്റെ കൈകളിലാണ് ആ പതാക എത്തിച്ചേർന്നത്. ഖുസ്മാനാണ് അദ്ദേഹം ആ പതാക വഹിച്ച് കൈയിനെ ഇല്ലാതാക്കി കളഞ്ഞത്, വലത് കൈ. ഉടനെ തന്നെ അദ്ദേഹം പതാക ഇടത്ത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചു, പിടിവിട്ടില്ല. ആ അബിസീനിയൻ അടിമ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അത് ഇടത് കൈയിൽ ചേർത്ത് പിടിച്ചു. ഇടത് കൈയും ഇല്ലാതായി. ശേഷിച്ച കൈകളുടെ ഭാഗം കൊണ്ട് ആ പതാക നെഞ്ചോട് ചേർത്ത് അത് വീഴാതിരിക്കാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ചു അദ്ദേഹം. അദ്ദേഹം ഉറക്കെ ചോദിച്ചു, അവസാനത്തെ പ്രാണനം വെച്ച് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട അബ്ദുദ്ദാർ വംശമേ, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചില്ലേ? ഇനിയും എനിക്കത് കഴിയുമെന്ന് തോന്നുന്നില്ല. ഏതായാലും ഖുസ്മാൻ്റെ വാള് അവസാനമായിട്ട് സ്വാബിൻ്റെ മേലെ പതിച്ചു. അവിടെ കഴിഞ്ഞു. സയ്യിദ് ബിൻ അബി വഖാസ് അദ്ദേഹമാണ് ഈ കൃത്യം ചെയ്ത് സ്വാബിനെ വധിച്ചതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയുണ്ട് ഒരു ചരിത്രം. ഏതായാലും പതാക വഹിച്ചുകൊണ്ട് നടക്കുന്ന അവസാനത്തെ ആളും കൂടി ഇല്ലാതായപ്പോൾ, പതാക വീണുപോയപ്പോൾ മക്കക്കാർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഇനി മുന്നേറാൻ കഴിയില്ലെന്ന് അവർ സ്വയം തീരുമാനിച്ചു. ഇനിയും വെറുതെ യുദ്ധം ചെയ്ത് ഉള്ളവരെ പോലും നഷ്ടപ്പെടുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ച് അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അവരുടെ കൂട്ടത്തിൽ വന്ന ഹിന്ദിനെ പോലുള്ള സ്ത്രീകൾ, അവരുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ വന്നിരുന്നു. അവരുടെ കാര്യം പോലും നോക്കാൻ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ സംരക്ഷണം ഒരർത്ഥത്തിൽ അവിടുത്തെ മുസ്ലിങ്ങളാണ് നിർവഹിച്ചത്. അവരാരെയും ഉപദ്രവിച്ചില്ല. ഹിന്ദിനെ കയ്യിൽ കിട്ടി വാൾ ഓങ്ങിയപ്പോൾ വാള് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. ആ ചോര പ്രവാചകന്റെ കെട്ടുകത്തുമ്മലാകരുതെന്ന് പറഞ്ഞിട്ട് അബൂ ദുജാന ഒരു സ്ത്രീയെയും പിടിച്ചു വച്ചില്ല. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. അവരെ സംരക്ഷിച്ചു. അവരെ തിരിച്ചു പിടിക്കാതെ മുസ്ലിങ്ങൾ. അവര് ബഹുദേവതാരാധനക്കാരാണ്. അവിടുന്ന് വരുന്ന സമയത്ത് അവർ ഒരു വിഗ്രഹം കൂടെ കൊണ്ടുവന്നിരുന്നു.
വരുന്ന സമയത്ത് മുഴുവൻ ആരാധിക്കുന്നു. യുദ്ധസമയത്ത് തങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ആ വിഗ്രഹം കൊണ്ടുവന്നത്. യുദ്ധത്തിൽ തങ്ങൾക്കായിട്ട് തെரியപ്പെടുന്ന വഴിയും മാർഗങ്ങളും അതായിരിക്കണം ശരി എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദൈവത്തെ ആ വിഗ്രഹത്തെ കൊണ്ടുവന്നിരുന്നു. അതൊരു ഒട്ടകപ്പുറത്താണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അതുപോലെ നിലനിർത്താൻ അവിടെ ഇനി ആളുകളില്ല. അത് താഴെ വീണ് അത് ഉടയുകയും ചെയ്തു. ഖുറൈശികളുടെ പരാജയം സമ്പൂർണ്ണമാണ് എന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ടെന്ന പോലെ അവരുടെ ദൈവം ഛിന്ന ഭിന്നമായി പോയി. ഇവിടെയും ബദറിൽ 300 പേരും 1000 പേരുമായിരുന്നു. ഇവിടെ 700 പേരും 3000 പേരും, മൂന്നിരട്ടി. അവിടെയും മൂന്നിരട്ടി, ഇവിടെയും മൂന്നിരട്ടി. ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല എണ്ണം കൊണ്ട്. യഥാർത്ഥത്തിൽ അന്ന് പ്രഭാതത്തിൽ മക്കക്കാരുടെ മേലെ, ഖുറൈശികളുടെ മേലെ മദീനക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ നേടിയ വിജയം അത് അവർക്ക് തന്നെ അത്ഭുതമായിട്ടാണ് തോന്നിയത്, വിസ്മയമായിട്ടാണ് തോന്നിയത്. എങ്ങനെ ഇത് സാധിച്ചെടുത്തു? 3000 പേര് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുന്ന സമയത്ത് അതിലേക്ക് ഇരച്ച് കയറിക്കൊണ്ട് ഭീഷണമായ രീതിയിലുള്ള യുദ്ധം ചെയ്ത് അവരേക്ക് പേടിപ്പിച്ച് ഓടിപ്പിക്കുക, ഇതെങ്ങനെ സാധിച്ചു? അതുകൊണ്ട് അതിന് അത്ഭുതങ്ങളായിട്ടാണ് മുസ്ലിം ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കെല്ലാവർക്കും അത് അത്ഭുതമാണ്. സുസജ്ജമായ സേന, 3000 കുതിരകൾ, 3000 കാലാളുകൾ, അവർക്ക് ഉത്തേജനം കൊടുക്കാൻ, അവർക്ക് പ്രചോദനം കൊടുക്കാൻ സ്ത്രീകൾ പാട്ടും കൂത്തുമായിട്ട്. ഇതൊന്നുമില്ലാതെ 700 പേര് വിശ്വാസം മാത്രം കൈമുതലാക്കിയിട്ട് ഒരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും കൃത്യമായിട്ടില്ലാതെ ഇറങ്ങി തിരിച്ച് മുസ്ലിം സേന വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് അത് അത്ഭുതങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരുന്നു. ശത്രുക്കളുടെ അശ്വസേനയെ അമ്പെയ്ത് തുരത്താൻ വേണ്ടിയിട്ട്, അല്ല മുസ്ലിം സൈന്യത്തിൻ്റെ പിൻനിരയെ സുശക്തമാക്കാൻ, സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ട് നമുക്കറിയാം മലഞ്ചെരിവിൽ കുറച്ച് വെല്ലാളികളെ കാവൽ നിർത്തിയത് പ്രവാചകൻ. നിങ്ങളിവിടെ നിന്നാൽ മതി. ആകെ കൂടിയുള്ളത് 700 പേര്. അതിൽ തന്നെ ഏകദേശം ഏകദേശം 100ഓളം പേരെ ഇവിടെ വേറെ ഭാഗത്താക്കി കാവൽ നിർത്തിയിരിക്കുന്നു. പക്ഷെ ആ ഒരു യുദ്ധതന്ത്രം കൊണ്ടാണ്, പ്രവാചകന്റെ ആ ഒരു ബുദ്ധി കൊണ്ടാണ് അവർക്ക് വിജയമുണ്ടായത്. അങ്ങനെ കണ്ടെത്തിയവരുണ്ട്. പ്രവാചകന്റെ അസാമാന്യമായിട്ടുള്ള യുദ്ധതന്ത്രജ്ഞത, അതാണ് വിജയത്തിന് നിദാനം എന്ന് കണ്ടെത്തിയവരുണ്ട്. അത് ശരിയല്ലെന്ന് പറയാനും ആവില്ല. ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അത് ശരിയാണ്. പക്ഷെ അത്ര തന്നെ ശരിയാണ് ആ 100 പേരെ മാറ്റി നിർത്തി 600 പേരുടെ ഒരു സൈന്യം തങ്ങളെക്കാൾ 5 ഇരട്ടി വരുന്നത്. അറുന്നൂറ് പേരും 3000 പേരും 5 ഇരട്ടി വരുന്ന ശത്രുപക്ഷത്തെ നേരിട്ടത്. അതിൻ്റെ അവസാനം വിജയമായി തീർന്നത്, വിജയപൂർവമുള്ളൊരു ഏറ്റുമുട്ടൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിൽ ഏത് യുദ്ധതന്ത്രജ്ഞനോട് പറഞ്ഞാലും 600 പേർക്ക് 3000 പേരെ കീഴ്പ്പെടുത്താനാവില്ല. അപ്പം അതിൻ്റെ പുറകിൽ മറ്റൊരുപാട് മനഃശാസ്ത്രങ്ങളുണ്ട്. കേവലം യുദ്ധതന്ത്രജ്ഞത, അതിനപ്പുറമുള്ള ചില ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകം കടുത്ത വിശ്വാസം, ഉറച്ച വിശ്വാസം, അതിൻ്റെ പേരിലുണ്ടായ ആത്മവിശ്വാസം, അതിൻ്റെ പേരിലുണ്ടായ ആത്മാർത്ഥത. ഞങ്ങൾ യഥാർത്ഥ മാർഗത്തിലാണ്,
ഞങ്ങൾ ധർമ്മത്തിൻ്റെ പദത്തിലാണ്, ധർമ്മത്തിൻ്റെ പാതയിലാണ്. ഞങ്ങൾ ധർമ്മത്തിൽ നിന്ന് വ്യഭിയായിട്ട് ചരിച്ചിട്ടില്ല. ആ ഒരു അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് ഈ വിജയത്തിന് നിദാനം എന്നും പറയാം. അങ്ങനെ പറയുന്നവരാണ് കൂടുതൽ. സത്യത്തിൽ വിശ്വസിച്ചൊരു വ്യക്തിയെ, പരമസത്യത്തിൽ പരിപൂർണമായിട്ട് സ്വയം അർപ്പിച്ചു കളഞ്ഞ്, സ്വയം അർപ്പിച്ച സർവ്വമേധകളെയും അവിടെ അർപ്പിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിയും കഴിയില്ല. അവരെ ഭയപ്പെടുത്താൻ കൂടി ഒരാൾക്കും കഴിയില്ല. അസത്യത്തിൻ്റെ ശക്തികളെ എത്ര തന്നെ ഒത്തുപിടിച്ചാലും വിശ്വാസിയുടെ, സത്യവിശ്വാസിയുടെ ദൃഢചിത്തത അതിനൊരിക്കലും ബലഹീനമാക്കാൻ കഴിയില്ല. താൽക്കാലികമായിട്ടുള്ളൊരു വിജയം അതുണ്ടാകും, പക്ഷേ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നർത്ഥം. അതാണ് ലോകം. പ്രവാചകൻ മലഞ്ചെരുവിൽ കാവൽ നിർത്തിയ വില്ലാളികൾ 50 പേരാണ്. ഈ 50 പേരെ അവിടെ നിർത്തിയത് കൊണ്ട് മാത്രമാണോ യുദ്ധവിജയമുണ്ടായത്? അങ്ങനെ പറയാൻ കഴിയുമോ? 200-300 പേര് വരുന്ന ഖുറൈശികൾ അവരാക്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ചെറുത്തു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ആ വമ്പിച്ച ശക്തിവിശേഷം, ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തി, ആ ശക്തിവിശേഷം പരമോന്നതമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലുള്ള അള്ളാഹുവിലുള്ള ആത്മാർത്ഥവും അചഞ്ചലവുമായിട്ടുള്ള വിശ്വാസം, അത് അജയ്യമാണ്. അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അത് അജയ്യമാണ്, എപ്പോഴും വിജയിച്ചേ തീരൂ. അതുകൊണ്ടാണ് അശ്വസൈന്യമടക്കം 3000 വരുന്ന ഖുറൈശിപ്പട വെറും 600 പേര് വരുന്ന മുസ്ലിങ്ങളുടെ ആക്രമണത്തിന് മുമ്പിൽ ഛിന്ന ഭിന്നമായി പോയത്. അവരുടെ സ്ത്രീകളൊക്കെ മദീനയിലുള്ളവരുടെ, മുസ്ലിങ്ങളുടെ തടവുകാരായി തീരുമോ എന്ന് പോലും ആശങ്കിക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു. മുസ്ലിങ്ങൾ ശത്രുക്കളെ പിന്തുടർന്നു, കുറേ സമയം പിന്തുടർന്നു. ആയതുകൊണ്ട് തന്നെ തോന്നിയിടത്ത് വെച്ച് അവരുടെ സാധന സാമഗ്രികൾ ഏറ്റവും വേഗത്തിൽ പ്രാണനും കൊണ്ടുപോകുക, പ്രാണനെ രക്ഷിച്ചെടുക്കുക. ആയതുകൊണ്ട് അവരുടെ കുതിരപ്പുറത്തുണ്ടായിരുന്ന സകല സാധനങ്ങളും അവർ വലിച്ചെറിഞ്ഞു. ആയുധങ്ങളും ഉപേക്ഷിച്ചു. അവരുടെ സാധന സാമഗ്രികളും ആഭരണങ്ങളും ആയുധങ്ങളും എല്ലാം, അങ്കികളടക്കം എല്ലാം അവർ ഉപേക്ഷിച്ചു. ഊതി യുദ്ധക്കളത്തിൽ നിന്ന് ഒരുപാട് അവരെ പിന്തുടർന്ന് മുസ്ലിങ്ങൾ പോയി. മുസ്ലിങ്ങളൊക്കെ അവർ കളഞ്ഞിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ കൈക്കലാക്കി. അളവറ്റ സമ്പത്ത്, ഒരാളുടെ 2 പേരുടെ അല്ല, അളവറ്റ സമ്പത്ത് അവർക്ക് കിട്ടി. പക്ഷേ ആ സമ്പത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടെ ശത്രുക്കളെ തുരത്തുന്നതിൽ നിന്ന്, അതിലുള്ള ശ്രദ്ധ, ആ ശ്രദ്ധയിൽ നിന്ന് അവരെ പിന്തുടർന്ന് അവരെന്നേക്കുമായിട്ട് അകലത്തിലേക്ക് ഓടിച്ചു കളയുന്ന പ്രവൃത്തിയിൽ നിന്ന് മുസ്ലിങ്ങൾ ഒന്ന് വ്യതിചലിച്ചു. അൽഹംദുലില്ലാഹ്. നമസ്കാരം.